ഹായ് ഫ്രണ്ട്സ്, ജെനീസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് പൈനാപ്പിൾ വെച്ചൊരു പായസമാണ്. നല്ലതായിട്ടൊന്ന് തണുപ്പിച്ച് കഴിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്. നല്ലൊരു ഡെസേർട്ടിൻ്റെയൊക്കെ ഒരു ഫീല് നമുക്ക് തരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പൈനാപ്പിൾ പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വിഷുവിനോ അല്ലെങ്കിൽ അതേപോലെ ഓണത്തിന് നല്ല ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നതിൻ്റെ തൊട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനു വേണ്ടി ഞാൻ നന്നായി പഴുത്ത ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ചെത്തി അതിൻ്റെ മുള്ളെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. നന്നായിട്ട് തന്നെ മുള്ളെല്ലാം കളഞ്ഞെടുക്കണം. നല്ല പഴുത്ത പൈനാപ്പിൾ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ ഇതെല്ലാം ഒന്ന് ചെത്തി ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൂളിയതിന് ശേഷം ആ നടുക്കത്തെ കൂഞ്ഞിൽ മാറ്റണം. എന്നിട്ട് ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈ പീസസ് എല്ലാം നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം. ആ ഉപ്പിടുന്ന വീഡിയോ അങ്ങ് സ്കിപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് ഉപ്പിടാൻ മറക്കല്ലേ. അത് നമ്മുടെ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി ഇത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് നമുക്ക് വിളയിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പഴുത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ നീരെല്ലാം ഇറങ്ങും. ഈ പഞ്ചസാരയെല്ലാം അലുത്ത് ഈ നീരൊക്കെ ഒന്ന് വറ്റി വരുന്ന ആ രീതിയിലേക്ക് നമുക്കൊന്ന് ഇതൊന്ന് വിളയിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് നേരം നമ്മളിത് നന്നായിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ച് നമ്മളൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ ഈ ഓൾറെഡി ജ്യൂസിനകത്ത് നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിങ്ങനെ മൊത്തമൊന്നും വറ്റി കിട്ടത്തില്ല. അപ്പോൾ ഇത് നമുക്ക് വാങ്ങി ഇത് നന്നായിട്ട് തണുക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മളിത് പായസത്തിലേക്ക് ലാസ്റ്റിൽ ചേർക്കുന്നത്. അതുകൊണ്ട് ഇത് തന്നെ നമുക്ക് ആദ്യമേ തയ്യാറാക്കിയിട്ട് നമുക്കിത് വാങ്ങി വെക്കാം. അതിന് ശേഷം നമുക്ക് ഇനി ചവ്വരിയാണ് വേവിക്കാനുള്ളത്. അപ്പോൾ ചവ്വരി വേവിച്ചെടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പ് ചവ്വരി എടുത്ത് ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ടതിന് ശേഷം അതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 6-7 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിനൊരു പശപശപ്പുള്ളത് കൊണ്ട് അത് നമുക്ക് ഒന്ന് ഊറ്റിയെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ഡ്രൈൻ ചെയ്ത് എടുക്കേണ്ടതാണ്. ഇനി 1/2 ലിറ്റർ പാല് നമ്മളൊരു പാനിലേക്ക് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലിനകത്തിൽ ഇത് കിടന്ന് നന്നായിട്ടൊന്ന് വെന്തൊന്ന് മിക്സ് ആകാനുണ്ട്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് നമ്മൾ ആദ്യമേ ഈ പൈനാപ്പിൾ വിളയിക്കാൻ നേരത്ത് നമ്മൾ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അനുസരിച്ച് നമുക്കിനി ബാലൻസ് എത്രയാണോ മധുരം ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഞാനിത് ഇപ്പം ഈ ബോട്ടിലിൻ്റെ പകുതി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അതിനുശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം. പിന്നെ നമ്മൾ സാധാരണ പായസത്തിന് അതിൽ റൈസൻസും കാഷ്യൂ നട്ട്സും ഒക്കെ വറുത്തിടുന്നതിൻ്റെ കൂടെ നമുക്ക് അതിനകത്ത് വറുത്തിടാം. ഞാനിപ്പം എൻ്റെ കയ്യിൽ റൈസൻസ് മാത്രമേ ഉള്ളായിരുന്നുകൊണ്ട് അത് മാത്രമാണ് നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഞാൻ തയ്യാറാക്കി വെച്ച പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ പായസം കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആ വിളയിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ലേശം ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ലാസ്റ്റ് ഒന്ന് ഗാർണിഷിന് വേണ്ടിയാണ്. ഇത് നന്നായിട്ട് ചൂടോടും കഴിക്കാം. പിന്നെ തണുപ്പിച്ച് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. Thank you.